This is the future. Evolution. ലെഫ്റ്റ് പോലെ ലെഫ്റ്റ് പോവാം. ടേണിംഗ് റേഡിയസ് അത്യാവശ്യം ഉണ്ടല്ലേ? ഉണ്ട്, സൈസാ. ട്രക്ക് ഇരിക്കുന്ന അതിന് കണ്ടോ, ഈ ട്രക്കിന്റെ കളിയും ഹൈറ്റില് നമ്മള് ഇരിക്കണേ. അതെ. ഇത് ലോ ബീം ആണെങ്കിലും ഫ്രണ്ടത്തെ വണ്ടികൾക്ക് ഹൈ ബീം തോന്നുന്നു, കാരണം അത്ര ഹൈറ്റാണ്. ഇപ്പൊ നോർമൽ മോഡലല്ല, ഇതല്ല, ഇതേറ്റവും ഹൈറ്റ് കൂട്ടിട്ടാ. അല്ല, ഈ സ്പോർട്സ് ഇതിപ്പോ നോർമലാ. ഈ നായിൻ്റെ ഇതിലിപ്പോ ഇനീഷ്യൽ അത്ര ലാഗ് ഇല്ല അല്ലേ? ലാഗ് സ്പോർട്സിലിട്ട കുറച്ചുകൂടി ലാഗ് കുറയും. ഗിയറാണ് അറിയാം. ഗിയർ മറ്റേത് മാനുവലിൽ ഇടണം, നല്ല അറിയാം. ഇതിപ്പോ എങ്ങനെ ടോർക്ക് കൺവെർട്ടർ ആണോ അതോ നോർമൽ നമ്മളുടെ? അത് എനിക്കറിയില്ല. DCT ആണോ? അത് നോ ഐഡിയ. ഇപ്പൊ എത്ര ഓടി വണ്ടി റോഡില്? 4900. റോഡ് പ്രസൻസ് ആണ്. ഒന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് അതോ എന്താണ് റേഞ്ച് റോവർ വേറൊരു വണ്ടിയില്ലേ, അതിനാണ് കുറച്ച് എക്സ്പെൻസീവ്. ഉണ്ട്, പിന്നെ സ്പോർട്ട് ഉണ്ട്, റേഞ്ച് റോവർ സ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ റോഡ് പ്രസൻസ് ഇല്ല. ഈ സാധാ ഒരു റേഞ്ച് റോവർ കാണാന് സാധാ ഒരു റേഞ്ച് റോവർ പോലെ തന്നെ. ഇത് നല്ല യുണീക്കാ, യുണീക്ക് ബോഡിയാണിത്. മറ്റേത് എല്ലാ റേഞ്ച് റോവർ കാണാൻ എല്ലാതും ഒരേപോലെ. ഇതിനൊരു ബൾക്കി ഫീലിംഗ് ഇല്ല, അതും അതില്ല. പിന്നെ മറ്റേ റേഞ്ച് റോവർ പൊതുവെ കുറെ കോമൺ ആണ്, ഡിഫൻഡർ ആണ് കുറച്ച് റെയർ. അല്ല, റേഞ്ച് റോവറിന് എല്ലാത്തിനും ഒരേ ഷേപ്പ്. അതെ, ഡിസൈൻ ഒക്കെ. ഡിഫൻഡറിന് മാത്രമേ ഈ ഒരു ഷേപ്പ് ഉള്ളൂ. ടെമ്പററി രജിസ്ട്രേഷൻ ആകുമ്പോ സ്പീഡ് ക്യാമറ ക്യാപ്ചർ ചെയ്താൽ ഫൈൻ ഉണ്ടാവോ? ഇല്ല തോന്നുന്നു. ടെമ്പററി സീനുണ്ട്. ഉണ്ടോ? നമ്മളെ പേരിലല്ലടാ ടെമ്പററി, കമ്പനി നമ്മളെ പേരിക്കായിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ വേണ്ടി. പണ്ടൊന്നും സീൻ ഉണ്ടായില്ല. ഇപ്പൊ സീൻ ഇപ്പൊ ആ നമ്പർ പോലും നമ്മുടെ പേരിൽ രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ടാണ് T53 വരുന്നത്. അല്ല, അത് ജസ്റ്റ് പ്യൂർ ലക്കടാ ആ KL53 എന്ന് വരുന്നത്. കാരണം ഞാൻ ഇവിടെ വേറെയും കുറേ വണ്ടികളൊക്കെ പുതിയ രജിസ്ട്രേഷൻ നോക്കി, ഒന്നും ഈ KL53 വരുന്നില്ല ഒന്നിലും. ഇതുണ്ടോ ഈ വണ്ടി? പക്ഷെ ഓരോരുത്തരുടെ പേരുക്കാക്കാനാ നമ്മളെ ടെമ്പറേച്ചർ. ഇപ്പൊ അങ്ങനെയാണ്, ഇതിന് മുന്നേ അങ്ങനെയായിരുന്നില്ല. അതിന് കുഴപ്പമുണ്ടായിരുന്നു. നമ്പർ
പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തപ്പാ ടെമ്പറേച്ചർ. കമ്പനിയിൽ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഓ നല്ല ഡിഫറൻസ്. ഇത് നല്ല ഹൈറ്റില് നല്ല പവറും ഉണ്ടല്ലോ. ഒരു ആന ഓടിച്ചോണ്ടോണ പോലെ ഉണ്ട്. പക്ഷെ BM ഓടിക്കുമ്പോൾ എനിക്ക് BM-ലെ പവർ തോന്നിയിരിക്കണ. BM-ല് കുറച്ചുകൂടി ഒരു മനോവറബിലിറ്റി കുറച്ചുകൂടി കൂട്ടണ പോലെ കൺട്രോൾ ഉണ്ട്. ആ സ്പീഡിൽ കൺട്രോളും കിട്ടും. ഇത് പറഞ്ഞൊരു ബൾക്കി ഫീലാ. പക്ഷെ എന്നാലും പവർ ഉണ്ട്. കയറ്റൊക്കെ കയറുമ്പോൾ നല്ല സുഖമായി കയറും. സുഖമായി ഒന്ന് കൊടുത്താൽ മതി, അന്നും കയറിക്കോളും. ബോഡി റോൾ ഇല്ല ഈ സൈസിന് വേണ്ടി നോക്കാം. ബോഡി റോൾ കുറവാണ്. ഇത് 2 ലിറ്റർ എഞ്ചിനാ. നിങ്ങൾ സ്പെക്സ് നോക്കാറില്ല അല്ലേ? ഇല്ലടാ. സ്പോർട്സ് മോഡൽ. ശ്രദ്ധിച്ചോ? ലൗഡായി. സ്പോർട്സ് മോഡ് സസ്പെൻഷൻ സ്റ്റിഫ് ആവും. പിന്നെ സ്റ്റിയറിംഗ് വീലും ചെറുതായിട്ടൊന്ന് സ്റ്റിഫ് ആവും. പക്ഷെ കുഴപ്പമില്ല. മറ്റൊരു 100ന്റെ മേലൊക്കെ പോകുമ്പോഴുള്ളൂ സ്റ്റിയറിംഗ് ഒന്ന് സ്റ്റിഫ് ആവുക. 150 ഒക്കെ പോകുമ്പോൾ. ബാംഗ്ലൂർ ഓടിക്കുമ്പോൾ പറയണ്ടല്ലേ. ഈ തലേന്ന് ആ തലക്കൊക്കെ എത്തുമ്പോഴത്തേനും മണിക്കൂർ. ബാംഗ്ലൂരൊന്നും ഇത് മേടിക്കാനേ പറ്റില്ല. ബാംഗ്ലൂരിൽ ഏറ്റവും ബെസ്റ്റ് പോളോ അങ്ങനത്തെ വണ്ടികൾ. ഈ വണ്ടി കൊച്ചി പോയിട്ടുണ്ടോ? കൊച്ചിന്നാ മേടിച്ചേ. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ എന്നെ ഓടിച്ചേ. സീന. ഒക്കെ ഒന്ന് മാറിത്തരും. മാറിത്തരില്ലടാ ചിലവര്. അതാണ് ഇതിന് രണ്ടും കൂടിയിട്ടാണ് സ്പോർട്ട് പ്ലസ് ഇതും ഓഫും. അതാണ് ഇതിന്റെ ഏറ്റവും മെച്ചം. ബാക്കിയുള്ള ഏത് ഓഫ് റോഡ് വണ്ടി എടുത്താലും ഇപ്പൊ റാംഗ്ലർ ആണെങ്കിൽ പോലും കേറുമ്പോ അതിനൊരു ഇതില്ലേ, അത് ഇതിനില്ല. ഒരു അരക്കലുണ്ടല്ലോ, ഒരു വൈബ്രേഷൻ കൂടുതൽ, അത് ഈ വണ്ടിക്കില്ല. ഇവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ചില സമയം ഇല്ല. 70, 80 നോ പ്രോബ്ലംസ്. ഒരു ആപ്പ് ഉണ്ട് ക്യാമറയ്ക്ക്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ എനിക്ക് അറിയില്ലല്ലോ. നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ അറിയുള്ളൂ.
തിരിക്കല്ലേ തിരിക്കാം. കുറെ പോകുന്നു സമയം കുറച്ചാണെങ്കിലും ഈ കവേർഡ് 10 more than 10 കരിങ്കലത്താണെങ്കിൽ തനയില്ലേ. കാക്കോടെ തന്നെ കാക്കോടക്ക് 12 കിലോമീറ്റർ ഇവിടെ മുന്നേ 1.5 കിലോമീറ്റർ കൊണ്ട് ഇവിടുന്ന് തിരിക്കണ്ട ഇത് കഴിഞ്ഞിട്ട് തിരിച്ചാൽ അപ്പൊ ഈ സസ്പെൻഷൻ ലോ ആക്കുമ്പോ ബോഡി റോഡ് പറയാം ബോഡിയുടെ മൂവ്മെന്റ് ബോഡി സസ്പെൻഷൻ ഈ നമ്മൾ ഇപ്പോൾ ഒരു 80 above കയറിയാൽ ഓട്ടോമാറ്റിക്കലി സസ്പെൻഷൻ ഇത് മീഡിയം ഹൈറ്റിക്ക് പോകും. പിന്നെ മീഡിയം ഹൈറ്റിലുള്ളൂ പിന്നെ ഇത് ഇവര് സ്പീഡ് പോവുള്ളൂ. ഇവരൊക്കെ ചെയ്തിട്ട് മീഡിയത്തിലാണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായി തന്നെ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ഹൈറ്റിലെ ഇത് തന്നെ വരും. ലോവർ സസ്പെൻഷൻ ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മാത്രമാണ്, അല്ലാത്ത ഒരു യൂസ് വേറെ ഒരു യൂസ്ഫുൾ ഇല്ല. ഹലോ ഹയർ സസ്പെൻഷൻ ഓഫ് റോഡിങ്ങിനും. ആ വീട്ടിൽ എത്തിയിട്ടുണ്ടാവല്ലോ. ഓക്കെ ഇനി ടൗണിക്കാം ഇങ്ങോട്ടാൻ കയറ്റാം. നല്ല ആ വണ്ടി പോയിക്കോട്ടെ. ആ ഇനി എടുത്തു ഓക്കെ. വണ്ടി ചാടണ അറിയില്ല കേട്ടോ. സസ്പെൻഷൻ എയർ സസ്പെൻഷൻ അതിന്റെ ബെനിഫിറ്റ് അല്ലേ. വൈബ്രേഷൻ ബോഡി കുറച്ച് അൺകംഫർട്ടബിൾ ആട്ടോ. ടൈറ്റ് ആണ്. അതൊന്നും പ്രശ്നം. ഇതിന്റെ 3 പോസിറ്റീവ് പോയിന്റ് പറയാം. ഇതിന്റെ നമ്പർ 1 റോഡ് പ്രസൻസ്, പിന്നെ നമ്പർ 2 എന്താ അത് സ്മൂത്താ, ഭയങ്കര ബട്ടറി സ്മൂത്ത് ആണത്. അല്ല ലെഫ്റ്റ് സൈഡിലാ. ആ പക്ഷേ ഈ റോഡ് പ്രസൻസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു പ്രൈവസി ഇല്ല. എല്ലാവരും ഒന്നിങ്ങനെ നോക്കുമ്പോൾ അതാണ്. പിന്നെ ഓഫ് റോഡിങ് ബട്ടറി സ്മൂത്ത്. ഓഫ് റോഡിങ് ചെയ്യാന്ന് തന്നെ മനസ്സിലാവില്ല നമുക്ക് ചിലപ്പോൾ. അതൊക്കെ ഉണ്ട്. സ്പീക്കർ ടെസ്റ്റ് ചെയ്താലോ? എൻ്റെ ഫോണിലുണ്ടാവും പാട്ട്. പോക്കറ്റിൽ